എല്ലാവർക്കും ദീപ്താസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബട്ടർസ്കോച്ച് ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ഈ ഒരു ഐസ്ക്രീം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി കൊടുക്കാം. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കറക്റ്റായിട്ട് ചേർക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഐസ്ക്രീം നമുക്കും തയ്യാറാക്കാം. ആദ്യം നമുക്ക് ഐസ്ക്രീമിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കാം. ഒരു അടിക്കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. ഓരോ വശത്തുനിന്നും കളർ മാറി വരാൻ തുടങ്ങുമ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതി. ഈ ഒരു പാകത്തിലാവുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ബട്ടറെല്ലാം മെൽറ്റാക്കി എടുക്കാം. ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായതിന് ശേഷം 1 കപ്പ് പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാത്ത തിക്കായിട്ടുള്ള പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പാലെടുക്കുമ്പോൾ നമ്മളെപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടുള്ള പാൽ തന്നെ ഇതിലേക്ക് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കുറച്ച് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്നുകൂടി തിക്കായിട്ട് വരുന്നത് വരെ കുറച്ച് നേരം കൂടി നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5-6 തുള്ളി ബട്ടർസ്കോച്ച് എസൻസ് ചേർത്ത് കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ എസൻസ് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇനി ഇത് നന്നായിട്ട് തണുക്കട്ടെ, നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഐസ്ക്രീമിലൊക്കെ നമുക്ക് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ കിട്ടുന്ന പ്രലൈനാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂസും ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതും കൂടി ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവട്ടെ. ബട്ടർ ഒന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് കാഷ്യൂസും ബദാമും ഒക്കെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഓയിൽ തടവിയിട്ടുള്ള ഒരു അലുമിനിയം ഫോയിലിലേക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്കോ മാറ്റാം. നന്നായിട്ട് ഓയിൽ തടവിട്ടുണ്ടായിരിക്കണം. ഇത് ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഷേപ്പിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു, നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിൽ നിന്ന് അടർത്തിയെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന കല്ല് വെച്ചിട്ടൊന്ന് ചതച്ചെടുത്താലും മതി. ഇനി ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന രീതിയിൽ അത്രയ്ക്ക് അങ്ങ് തിക്കായിട്ട് പോകണ്ട, കുറച്ചൊരു ലൂസിൽ ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരു 4-5 തുള്ളി ബട്ടർസ്കോച്ച് എസൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കാരമൽ സോസ് ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീമിലേക്ക് ഇത് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഓവറായിട്ട് നമ്മൾ കുറേ സമയം എടുത്തിട്ട് ബീറ്റ് ചെയ്യരുത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് മാത്രം ആ ഒരു ടൈം മാത്രം ബീറ്റ് ചെയ്താൽ മതി. നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ബദാമിൻ്റെയും കാഷ്യൂസിൻ്റെ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും എത്തുന്ന രീതിയിൽ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം.
എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 7-8 മണിക്കൂർ നേരത്തേക്ക് ഇത് ഫ്രീസറിലേക്ക് വയ്ക്കാം. 8 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഒട്ടും ഐസ് ക്രിസ്റ്റലൊന്നുമില്ല. വീട്ടിലിനി ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐസ്ക്രീമാണിത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്